ദശരഥൻ 10 ദിക്കിലേക്കും രഥം ഓടിക്കുന്നവൻ. 10 ദിക്കുകളുണ്ടോ? ഇല്ല, 8 ദിക്കുകളേ ഉള്ളൂ. ഇനി മുകളിലേക്കും താഴേക്കുമാണ് ഈ രഥം ഓടിക്കേണ്ടത്. അങ്ങനെ ഓടില്ല, പക്ഷെ ഓടും. മനോരഥം അത് മനുഷ്യന് സ്വന്തമാണ്. മനുഷ്യന് 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടെന്നാണ് വൈപ്പ്. അപ്പോൾ 10 ഇന്ദ്രിയങ്ങളുടെയും പിന്നാലെ പായുന്നവനാണ് ദശരഥൻ. ദശരഥന്റെ അടുത്തേക്ക് ഋഷ്യശൃംഗൻ വന്നു. ഋഷ്യം ഗമനശീലം, ശൃംഗം പർവ്വതം. അതായത് ഇന്ദ്രിയങ്ങളുടെ ലക്കും ലകാനുമില്ലാത്ത പോക്കിനെ തടയുന്നവനാണ് ഋഷ്യശൃംഗൻ. മനോരഥത്തിന്റെ ഗതി നിയന്ത്രിക്കപ്പെട്ടപ്പോൾ ആത്മസംയമനം കൈവന്നു. അപ്പോൾ ആത്മാവിനെ രമിപ്പിക്കുന്ന രാമൻ പിറന്നു. ആധ്യാത്മിക ജ്യോതിയായ രാമൻ പിറന്നപ്പോൾ സംതൃപ്തിയും സമാധാനവും ആത്മാവിൽ വന്നു. വൈദേഹി, അതായത് സീത. സംയമനം ഉണ്ടായപ്പോൾ മറ്റൊരാൾ കൂടി പിറന്നു, ലക്ഷ്മണൻ. ഉത്സാഹം, ഊർജ്ജസ്വലം. ഇങ്ങനെയുള്ളവനിൽ അഹങ്കാരം, അതായത് രാവണൻ പിറന്നാൽ പിന്നെ രക്ഷയില്ല. സീത കൈവിട്ടു പോകും. പിന്നീട് ശക്തിയായ ഹനുമാനെ വീണ്ടെടുക്കണം. പ്രചോദനം ആയ ജാമ്പവാനെ വീണ്ടെടുക്കണം. അങ്ങനെ രാവണനെ വധിച്ച് രാമനെ വീണ്ടെടുക്കണം. രാമായണ കഥയുടെ രത്ന ചുരുക്കമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത്. ഹൈന്ദവ ഗ്രന്ഥങ്ങളെല്ലാം ഓരോരോ ചിഹ്നങ്ങളിലൂടെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മറ്റു മതഗ്രന്ഥങ്ങളെല്ലാം സ്ട്രൈറ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളപ്പോൾ നമ്മുടെ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ ചിഹ്നങ്ങളിലൂടെ സിംബൽസ്, അതിലൂടെയാണ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ ഗ്രഹിച്ച് നമ്മുടെ ജീവിതത്തിൽ പകർത്തണം എന്നാണ്. അതുപോലെ ഭക്തി എന്നത് ഈ ഭാരതവർഷത്തിന് മാത്രം അവകാശപ്പെട്ട ഒരു കാര്യമാണ്. ഒരു രാജ്യത്തിനും ഇത് അവകാശപ്പെടാനില്ല. ഭക്തി. അടുത്ത കൃതി ശ്രീരാമ എന്ന് തുടങ്ങുന്നു. രാഗം ഷഹാന, താളം ആദി. ത്യാഗരാജസ്വാമിയുടെ കൃതി. Shri Rama